ഇഷാനോട് സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല ഇപ്പോൾ ഈ തിരിച്ചുവിളിക്കലുണ്ടായത്. ഏകദിനവും ടെസ്റ്റ് ഫോർമാറ്റും കളഞ്ഞു കുളിച്ചപ്പോൾ അഗാർക്കറിനും ഗംഭീറിനും പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പായിരുന്നു T20 ഫോർമാറ്റ്. അതിലും ഇനി തങ്ങളുടെ ഗംഭീര പരീക്ഷണം തുടർന്നാൽ സീറ്റ് തെറിക്കുമെന്ന് കണ്ടാണ് സയ്യിദ് മുഷ്താഖ് അലിയിലും അസാധ്യ ഫോമിൽ തുടരുന്ന ഇഷാനെ ഒപ്പം കൂട്ടിയത്. ഇന്നലെ പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിലും ഡിഫറൻസ് ഫാക്ടർ ഇഷാനായിരുന്നു. കൊളംബോയിലെ കറങ്ങിത്തിരിയുന്ന പിച്ചിൽ ഇരു ടീമിലെയും ബാറ്റർമാർ റൺസ് ഓടിയെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടിയപ്പോൾ ഇഷാൻ ഗാലറിയിലേക്ക് പന്തുകൾ തൂക്കി പറത്തി. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഡക്കായി നിരാശപ്പെടുത്തുമ്പോഴും ഒന്നാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ട് നമ്മെ ബാധിക്കാത്തത് ഇഷാൻ അവിടെ എരിഞ്ഞു കത്തുന്നത് കൊണ്ടുകൂടിയാണ്. 24 പന്തിൽ 25 റൺസ് എടുത്ത തിലക് വർമ്മക്കും 29 പന്തിൽ 32 റൺസ് നേടിയ സൂര്യകുമാർ യാദവിനും സ്ട്രൈക്ക് റേറ്റ് കുറവാണെങ്കിലും കളി കണ്ടവർക്ക് ആ ഇന്നിംഗ്സിന്റെ വില മനസ്സിലാകും.